ലോകത്ത് മാർക്കറ്റിൽ വിശപ്പ് അവസാനിക്കില്ല നമുക്ക് മനുഷ്യന്. അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും വിൽക്കുന്ന സാധനം ഭക്ഷണ സാധനമാണ്. വെട്ടിക്കോല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ ഇന്നുവരെ പങ്കെടുത്ത പരിപാടികളിലെല്ലാം റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കൊട്ടാരക്കരയിലെ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൽ ഇന്ന് കുടുംബശ്രീയിലെ 1000 സംരംഭകർക്കുള്ള പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ മികച്ച സംരംഭകർക്കുള്ള അനുമോദനം നടന്നു. മന്ത്രി ഗണേഷ് കുമാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ 4-5 പേരുള്ള ഒരു യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുടുംബശ്രീയുടെ ഒരു സെറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് 5 പേർ കൂടെ നമുക്ക് ഒരെണ്ണം തുടങ്ങണം. ഈ പറഞ്ഞതൊക്കെ പലതും ഉണ്ട്. വള, മാല, ബോംബെയിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ബോംബെക്ക് വിടുക. ബോംബെക്ക് പോകുക. അവിടെ ഇതുപോലുള്ള സാധനങ്ങൾ വളരെ വില കുറച്ച്, ഇതിനേക്കാളും വില കുറച്ച് കിട്ടും. അത് വാങ്ങിക്കുക, അതിവിടെ കൊണ്ടുവന്ന് വിൽക്കുക. അങ്ങനെ ഒരു ബിസിനസ്, ഒരു സംരംഭം, വരുമാനം കിട്ടുന്ന, നമുക്ക് വരുമാനമുണ്ട്. ഒരു തവണ 2 തവണയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ വാട്സാപ്പൊക്കെ ഉണ്ട്, ഫോട്ടോ കണ്ടേച്ച് ഓർഡർ കൊടുത്താൽ സാധനം ഇങ്ങനെ അയച്ചു തരും. അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. നമ്മൾ 1 പ്രാവശ്യം പോയി അവരെ പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പൈസ എല്ലാം ഗൂഗിൾ പേ ആണല്ലോ, ഇവിടുന്ന് അയച്ചു കൊടുക്കുക. അവർ സാധനത്തിൻ്റെ ഫോട്ടോ അയച്ചു തരും. നിങ്ങൾ ഇവിടുന്ന് അപ്പോൾ വണ്ടിക്കൂലി പോലും ലാഭമുണ്ട്. ഇന്ന് അതൊക്കെ വളരെ അഡ്വാൻസ് ചെയ്തൊരു കാലത്ത് നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഈ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും ലോകത്ത് മാർക്കറ്റിൽ വിശപ്പ് അവസാനിക്കില്ല നമുക്ക് മനുഷ്യന്. അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും വിൽക്കുന്ന സാധനം ഭക്ഷണ സാധനമാണ്. ഭക്ഷണ സാധനമുള്ള കമ്പനികളെ അടയ്ക്കാതെ തോന്നുള്ളൂ. KFC എവിടെ അടച്ചു പോയിട്ടില്ല, മക്ഡൊണാൾഡ്സ് എവിടെ അടച്ചു പോയിട്ടില്ല. കാരണം എന്താ പറയുക, ഭക്ഷണ സാധനം ആൾ തിന്നുന്നു, വയറ് നിറഞ്ഞു, ഇനി ജീവിതത്തിൽ ഇതുപോലെ കഴിക്കത്തില്ല, 4 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും ഏതാ മനുഷ്യന്. അതുകൊണ്ട് ഭക്ഷണ സാധനം ഇത് വിൽക്കുക. ഇതെല്ലാം നമ്മൾ പുതിയ ആശയങ്ങളാണ്. കുടുംബശ്രീക്ക് ഞാൻ KSRTCയിൽ തിരുവനന്തപുരത്ത് കുടുംബശ്രീക്ക് ഒരു കെട്ടിടം ഞാൻ വരുന്നതിന് മുമ്പ് ഒരു കട വാടകയ്ക്ക് കൊടുത്തു. ഒരു KSRTC ബസ് പഴയ തുറന്ന് അവിടെ എടുത്ത് അവർ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കുടുംബശ്രീക്കാർക്ക് ഒരു ബന്ധമില്ല. അതൊരു പുതിയ പരിപാടി. ഇവിടെ കണ്ടുള്ള ഒരാൾ ചെന്നിട്ട് അത് എടുത്തേക്കുക. 10,000 രൂപയ്ക്ക് കുടുംബശ്രീക്ക് അല്ലയോ എന്ന് പറഞ്ഞ് KSRTC 10,000 രൂപയ്ക്ക് കൊടുത്ത സാധനം 50,000 രൂപയ്ക്ക് വേറെ തന്നെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവൻ വന്നിരിക്കുകയാണ്, സാറേ പുതുക്കി തരണമെന്ന്. ഞാൻ പറഞ്ഞ് 2 പേരും വേണ്ട പോയിക്കോളാൻ പറഞ്ഞു. അവൻ ഈ കുടുംബശ്രീക്കാർക്ക് ഒരു 10,000 രൂപ, കുടുംബശ്രീക്കാർ 10,000 രൂപ അടയ്ക്കും. കുടുംബശ്രീക്കാർ കൊണ്ട് ഇയാൾ 10,000 രൂപ അടയ്ക്കും. ബാക്കി 40,000 രൂപയും ഇവർക്ക് കൊടുക്കുകയാണ്. അത് നടക്കില്ല. മറിച്ച് കച്ചവട പരിപാടി ഉണ്ടല്ലോ, അത് നടക്കത്തില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് വന്നുപറ്റി കുടുംബശ്രീയുടെ കംപ്ലീറ്റ് സ്ഥാപനങ്ങളും KSRTC ഒഴിപ്പിച്ചു. ഓടുന്ന ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ബസ് പുറപ്പെട്ടു. ഈ ബസ് പുറപ്പെട്ട് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പേ ഓൺലൈനിലൂടെ ചടയങ്ങളത്ത് എത്തിയപ്പം വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, 2 വട കഴിക്കണം എന്ന് തോന്നിയാൽ കൊട്ടാരക്കര എത്തുമ്പോൾ തരിക എന്ന് പറഞ്ഞ് പൈസ അടച്ചു കൊടുത്താൽ കൊട്ടാരക്കര ഇരിക്കുന്ന ബസ്സിൻ്റെ 26-ാം നമ്പർ സീറ്റിൽ ഈ സാധനം കൊണ്ടുതരിക. അതിൻ്റെ കൊണ്ടുവരുന്ന പാക്കറ്റ് കളയാൻ എല്ലാ വണ്ടിയിലും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടുക. ട്രെയിനുള്ളതുപോലെ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റുന്ന, അതായത് കൊട്ടാരക്കര സ്റ്റേഷനിൽ എത്തുമ്പോൾ തരും. അത് കഴിഞ്ഞാൽ പിന്നെ അടൂരോ തിരുവല്ലയിലോ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തരുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി ഇന്നലെ ഞാൻ പത്തനാപുരത്ത് വീട്ടിൽ ഇരിക്കുമ്പോൾ 4-5 ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു. ഈ പിള്ളേർ ഈ ഐഡിയ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്തോളൂ, നേരെ തിരുവനന്തപുരത്ത് KSRTC CMDയെ കണ്ട് 5 മണിക്ക് മുമ്പ് സെറ്റ് ചെയ്തോളാൻ പറഞ്ഞു. 5 മണിക്ക് മുമ്പ് സെറ്റ് ചെയ്ത് അവരെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അത് താമസമില്ല. കാരണം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവർ പ്രത്യേക പ്രോഡക്റ്റാണ് പറയുന്നത്. അതായത് ആഹാരം കഴിച്ച്, പാക്കറ്റ് വലുതായിരിക്കും, പക്ഷേ ആഹാരം കഴിച്ച് വരുമ്പോൾ കളയാനുള്ള വേസ്റ്റ് ഇച്ചിരിയെ കണക്കും. മാത്രമല്ല അവർ പറയുന്ന 48 രൂപയ്ക്കും 199 രൂപയ്ക്ക് ഇടയ്ക്ക് സർവ്വ ആഹാരം കൊടുക്കാമെന്നാണ്. ഒരു ഫുൾ മീൽ കഴിക്കണമെങ്കിൽ 199 രൂപയ്ക്കകത്ത് കഴിക്കാൻ പറ്റും. 200 രൂപയ്ക്കകത്ത് കഴിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവരോട് സംസാരിച്ചിട്ട്, കാരണം എന്താ പറയുക, ഇത് യാത്രയിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. പല സംരംഭങ്ങൾ ഇപ്പം നല്ല ഹോട്ടലുകളിൽ മാത്രമേ ഇപ്പോൾ KSRTC വണ്ടി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് ഫാമിലിയായിട്ട് വണ്ടിയിൽ പോകും. ഈ ചെല്ലുന്നിടത്ത് സ്ത്രീകൾക്ക് ആവശ്യമായ 2 ടോയ്ലറ്റും പുരുഷന്മാർക്കായിട്ടുള്ള 2 ടോയ്ലറ്റും നല്ല ഡൈനിങ് ഹാളും നല്ല കിച്ചണും കാര്യങ്ങളും പരിശോധിക്കാൻ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ടീമിനെ അയക്കാറുണ്ട്. കൊള്ളത്തില്ലെന്ന് കണ്ടാൽ അപ്പോഴേ കട്ട് ചെയ്തിട്ടേക്ക് വരിക. പിന്നെ അവിടെ വണ്ടി നിർത്തൂല. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ കൊടുക്കും. അവിടെ നിന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആളുകൾക്ക് ആഹാരം കൊടുക്കണം, അത് നല്ല വൃത്തിയായിട്ട് കൊടുക്കണം. അങ്ങനെയാണോ എന്ന് പരിശോധിക്കാൻ ഇന്നലെ ഒരു ടീം ഓഫ് ഉദ്യോഗസ്ഥന്മാർ പോയിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഇല്ലയോ അപ്പോഴേ വെട്ടിയിട്ടിങ്ങി പോരും. അപ്പോൾ കുടുംബശ്രീ ഇത്തരം സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ KSRTCയുടെ വണ്ടി നിർത്തി കൊടുക്കാനും ആളുകൾക്ക് അതിലൂടെ കച്ചവടം വർദ്ധിക്കും. ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ കഴിയും. ഇത് പരസ്പരം കൈകോർക്കേണ്ടതുണ്ട് പലതും.
ഇവിടെ ഈ സംരംഭക 1000 സംരംഭം എന്ന് വെട്ടിക്കോല പഞ്ചായത്ത് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. വെട്ടിക്കോല പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടിയിലും എന്നെ പങ്കെടുക്കാൻ വിളിക്കുന്നൊക്കെ പറഞ്ഞു. സന്തോഷം. എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ. ചിലർ വിളിക്കാതെയും നടത്തും. ഏതാ ചില ആളുകൾക്കൊരു മര്യാദകളുണ്ടല്ലോ. മാന്യന്മാരെ കണ്ടാൽ എണീക്കത്തില്ല, വയസ്സിന് മൂത്തവനെ കണ്ടാൽ പോലും എണീക്കാത്ത അലവലാതികളുണ്ട്. അവരൊക്കെ അതിൻ്റെ കാര്യം വെച്ചാൽ അവൻ ആവശ്യം. അപ്പോൾ എന്നോട് രഞ്ജിത്ത് ഒരാളെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ ആവശ്യമുള്ളപ്പോൾ എണീച്ചോളും, പിന്നെ അവൻ ഇരിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഏതാ നമുക്ക് നാളെ ആരെയാണ് ആവശ്യമില്ല. നമ്മളെ പ്രായത്തിൽ മൂത്ത എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചത് വയസ്സിന് മൂത്തവരെയും മാന്യന്മാരെയും കണ്ടാൽ എഴുന്നേൽക്കണം എന്നാണ്. അത് ഞാൻ ചെയ്യും. അത് നല്ല തന്തയ്ക്കും ജനിച്ച മക്കൾ അത് ചെയ്തിരിക്കും. ഒരുത്തനെ ബഹുമാനിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് അവൻ്റെ വിവരക്കേടെന്നേ പറയാനുള്ളൂ. നമ്മളൊരാളെ ബഹുമാനിച്ചത് കൊണ്ടോ സ്നേഹിച്ചത് കൊണ്ടോ ആദരിച്ചതുകൊണ്ടോ നമുക്കൊന്നും സംഭവിക്കാനില്ല. അത് അന്തസ്സുള്ള കുടുംബത്തിൽ പെടുന്നവർ ചെയ്യും, അല്ലാത്തൊരു ഇതില്ല. ഈ അങ്ങനെയുള്ളവന്മാരുണ്ട്. പക്ഷേ ഇവിടെ വെട്ടിക്കോല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയല്ല. വെട്ടിക്കോല പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ കയറി വന്നോ പറഞ്ഞു മനസ്സിൽ നൈർമല്യമുള്ള ഒരാൾ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് അസീസിനെ കുറിച്ച് എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട്, ഞാൻ കൊച്ചായിരിക്കുന്ന കാലം തൊട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്. അയാളെ കയ്യിൽ ഒരു വക്രവൃത്തിയില്ല എന്ന് ഞാൻ പറയും. ഏത് പാർട്ടിയാണെന്നൊന്നും പ്രശ്നമല്ല. അസീസിനേക്കാൾ അസീസിൻ്റെ പെരുമാറ്റത്തിലൂടെ മാന്യത ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്കാണ്. കാരണം അവർ നന്നായിട്ട് മകനെ വളർത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ തൊട്ടിയായി പോകും. ആരോടും എന്ന് പറയാം, ആരുടെ മുഖത്തും കാറി തുപ്പുന്ന തൊട്ടിയായിട്ടല്ല മക്കളെ വളർത്തേണ്ടത്. അതുകൊണ്ട് വെട്ടിക്കോല പഞ്ചായത്ത് എന്നെ വിളിക്കുമ്പോൾ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സ്നേഹത്തോടുള്ള വിളിയാണ്, എന്ത് പരിപാടി. പക്ഷേ മാത്രമല്ല ഈ നടത്തുന്ന പരിപാടികൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവരെ ഞാൻ അഭിനന്ദിക്കുന്നത്. ഈ കമ്മിറ്റിയിലുള്ളവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അവരൊരു പരിപാടി കഴിഞ്ഞ ദിവസം കാർഷിക പരിപാടി, എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ കൊല്ലം ജില്ലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ മൊത്തം ഞാൻ എടുക്കുന്നത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക രംഗത്ത് ഇത്രയധികം സഹായങ്ങൾ പാവപ്പെട്ടവർക്കും പട്ടികജാതിക്കാർക്കും നൽകിയിട്ടുള്ള വേറെ ഒരു ബ്ലോക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല പരിപാടികളാണ് നടത്തുന്ന. പരിപാടികൾ ഫലപ്രദമാണ്. പശുവിനെ കൊടുത്തു, ആടിനെ കൊടുത്തു. കാരണം എന്താ പറയുക, അതൊക്കെ ഫലപ്രദമാണ്. അല്ലാതെ ഞങ്ങൾ ആട് പ്രഖ്യാപനമുണ്ട്, ആട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു, അതിൻ്റെ ഒരു ഉദ്ഘാടനം അങ്ങനെയല്ല. ആടിനെ ഇങ്ങനെ സഹോദരിമാരെ കയ്യിലോട്ട് പിടിച്ചു കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇഷ്ടം പോലെ ആടിനെ പശുവിനെ കൊണ്ട് നിർത്തി. ആ കോഴിമുട്ട വിതരണം ഒക്കെ പറഞ്ഞിട്ട് ചുമ്മാ പരിപാടി മാത്രം. പാടത്ത് കൃഷി കൊയ്ത്തുപാട്ട്, കുരിപ്പുഴ ശ്രീകുമാറിനെയൊക്കെ കൊണ്ടുവരും, ഒരു കൊയ്ത്തുപാട്ടും അരിവാളും ഒക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെയല്ല. വെട്ടിക്കോല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ ഇന്നുവരെ പങ്കെടുത്ത പരിപാടികളിലെല്ലാം റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇക്കാര്യത്തിലും ഞാൻ പറയുന്നു 100%. 1000 സംരംഭം എന്ന് പറഞ്ഞാൽ അവർ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരാറായി. എന്നാൽ പോലും വെട്ടിക്കോല പഞ്ചായത്തിൻ്റെ ഇപ്പോൾ തുടരുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു പോയാൽ, നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തൊരു കമ്മിറ്റി വരുമ്പോഴും മുന്നോട്ട് പോയാൽ വെട്ടിക്കോല പഞ്ചായത്തിൽ തീർച്ചയായിട്ടും 1000 സംരംഭകരെ ഉണ്ടാക്കാൻ കഴിയും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഐശ്വര്യത്തോടെ നല്ല ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കണം. കുറേ സഹോദരിമാരെയൊക്കെ കൊണ്ടിരുത്തി ഒരു ചായയൊക്കെ കൊടുത്ത് ഒരു പഴംപൊരിയൊക്കെ കൊടുത്ത് വടയൊക്കെ കൊടുത്ത് പറ്റിച്ചേച്ച് വിടണം എന്നുള്ളതല്ല. നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് ഇത് സാധിച്ചിരിക്കും എന്നതിൽ എനിക്കൊരു സംശയമില്ല. കുടുംബശ്രീയുടെ വെട്ടിക്കോല പഞ്ചായത്തിൻ്റെയും ഒരു കൂട്ടായ്മയും 1000 സംരംഭകർ മനസ്സിൽ കുറിച്ചിട്ട് ഇറങ്ങി പോകാവൂ. ഞാൻ പറഞ്ഞത് കേൾക്കണം. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന, ഞാൻ പറഞ്ഞത് റോങ് ആവത്തില്ല. നിങ്ങളെ മനസ്സിൽ കുറിച്ചോ ഒരു സംരംഭം എനിക്ക് തുടങ്ങണമെന്ന വിശ്വാസത്തോടെ വേണം ഓരോരുത്തരും ഈ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഒരു വലിയ വിജയമായി ഈ സംരംഭം മാറട്ടെ. ജയക്കൊണ്ട് എല്ലാവർക്കും ദൈവം